തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു SDPI. ഒരു സീറ്റിൽ അവർ വിജയിക്കുകയും മറ്റൊരു സീറ്റിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തതടക്കം ശക്തമായ സാന്നിധ്യമായി നിലകൊണ്ട SDPI ഇത്തവണയും സജീവമായി രംഗത്തുണ്ട്. അവരുടെ വിജയസാധ്യതകളെക്കുറിച്ച് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം SDPIയുടെ പ്രസിഡന്റ് മുഹമ്മദ് സാലിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം. ഇത്തവണ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ എത്ര സീറ്റിലാണ് SDPI മത്സരിക്കുന്നത്? ഏതൊക്കെ പഞ്ചായത്തുകളിൽ മത്സരരംഗത്തുണ്ട്? SDPI ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ തിരുവാർപ്പ് പഞ്ചായത്തിൽ 6 സീറ്റിലും അതിരമ്പുഴ ഒരു 7ാം വാർഡിലുമാണ് നിലവിൽ മത്സരിക്കുന്നത്. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവാർപ്പിൽ കഴിഞ്ഞ തവണ ശക്തമായ സാന്നിധ്യമായിരുന്നു. 7ാം വാർഡിൽ വിജയിച്ചു. 8ാം വാർഡിൽ തുച്ഛമായ വോട്ടുകൾക്കാണ് 2ാം സ്ഥാനത്തേക്ക് പോയത്. ഇത്തവണയും സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ SDPI ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ വിജയപ്രതീക്ഷകൾ? മറ്റു വാർഡുകളിലെ സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? നിലവിൽ തിരുവാർപ്പ് പഞ്ചായത്തിൽ നമ്മൾ 6 വാർഡിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നേരത്തെ ഫൈസൽ പറഞ്ഞ പോലെ തന്നെ ഒരു വാർഡിൽ വിജയിക്കുകയും ഒരു വാർഡിൽ 7 വോട്ടിനെ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തതാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ വികസനം തന്നെയാണ്. അത് SDPI ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: അവകാശങ്ങളിൽ അർഹരിലേക്ക്, അഴിമതിയില്ലാത്ത വികസനം. നമ്മുടെ മുന്നിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് തിരുവാർപ്പ് പഞ്ചായത്തിലെ 7ാം വാർഡ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഇലക്ഷനെ നേരിട്ടപ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തൊരു കാര്യം, MPയും MLAയും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് വാർഡിൽ വികസനം കൊണ്ടുവരാൻ പറ്റുന്നതെന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വീട് വീടാന്തരം SDPI സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചരണം നടത്തിയത്. ഇപ്പോൾ ഈ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഈ പറഞ്ഞ ചോദ്യങ്ങൾ എല്ലാം തന്നെ ഇവർക്ക് അതിൽ നിന്നും ഉൾവലിയേണ്ട ഒരു സാഹചര്യമാണ് 7ാം വാർഡിലെ ഞങ്ങളുടെ ജനകീയ മെമ്പർ സെമീമ VS-ലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. MPയും MLAയും ഉള്ള മെമ്പർമാരുടെ വാർഡുകളിൽ നടന്നതിന് തുല്യമായി ഒരുപക്ഷെ അതിനേക്കാളും മുകളിൽ ജനങ്ങളുടെ പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ വാർഡിൽ, തിരുവാർപ്പ് പഞ്ചായത്ത് ഇപ്പം നിലവിൽ 19 വാർഡാണ്, കഴിഞ്ഞ ടൈമിൽ 18 വാർഡാണ്. ഒരുപക്ഷെ 18 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നൊരു വാർഡായിട്ട് 7ാം വാർഡിനെ ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ആ ജനറൽ വാർഡായിട്ട് പോലും ഞങ്ങളുടെ സിറ്റിംഗ് മെമ്പറെ തന്നെയാണ് ഞങ്ങൾ ആ വാർഡിൽ മത്സരിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള അതേ ആ മുദ്രാവാക്യം തന്നെയാണ് ഈ തിരുവാർപ്പിലെ ജനങ്ങളോടും നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കുകയും നടത്തുന്ന വികസനത്തിൽ അഴിമതിയില്ലാതെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന, ഇല്ലെങ്കിൽ തന്നെ അനുവദിക്കുന്ന ഫണ്ട് പൂർണ്ണമായ രീതിയിൽ ആ ഏത് പ്രൊജക്റ്റിനാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വികസനം നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ മറ്റ് വാർഡുകളിലേക്ക് ഞങ്ങൾ വിജയിച്ചുകൊണ്ട് മാതൃകയാക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 8ാം വാർഡിൽ കഴിഞ്ഞ തവണ 7 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഈ 8ാം വാർഡിൽ ഇപ്പോൾ എന്താണ് സാധ്യതകളൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് മനസ്സിലാകുന്നത്? 8ാം വാർഡിൽ കഴിഞ്ഞ തവണ തുച്ഛമായ വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അന്ന് അവിടെ മത്സരിച്ചിട്ടുള്ള വിവിധ കക്ഷികളുടെ മത്സരരംഗത്തുണ്ടായിരുന്നു. അപ്പോഴും മുഖ്യമായിട്ടും ഉള്ളത് UDFും LDFും SDPIയും തമ്മിലാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മുന്നണികൾക്കെതിരെയാണ് SDPI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയില്ല. UDF എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 കക്ഷികളും LDF എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അത്രയും തന്നെ 9ഓ 10ഓ കക്ഷികളുമുള്ള കൂട്ടുമുന്നണിയാണ്. ഈ മുന്നണികൾക്കെതിരെയാണ് SDPI ഒറ്റയ്ക്കാണ് നമ്മളിവിടെ മത്സരിക്കുന്നത്. അത് 8ാം വാർഡിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ 1463 വാർഡുകളിൽ SDPI മത്സരിക്കുന്നത് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം പല മുന്നണി സ്ഥാനാർത്ഥികളും ചില പാർട്ടികളുടെ ജില്ലാ നേതൃത്വങ്ങൾ പോലും അവരുടെ സ്വന്തം ചിഹ്നം ഉപയോഗിക്കാതെ സ്വതന്ത്ര ചിഹ്നം ഉപയോഗിച്ച് വരെ മത്സരിക്കുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നു. ഈ തിരുവാർപ്പ് പഞ്ചായത്തിലുണ്ട്, കോട്ടയം മുനിസിപ്പാലിറ്റിയിലുണ്ട്. പക്ഷേ ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത് SDPIയുടെ ഒരൊറ്റ ചിഹ്നം, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കന്നഡ ചിഹ്നത്തിൽ തന്നെയാണ് ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്.
അത് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആരുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധങ്ങളോ ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള യാതൊരുവിധ നീക്കുപോക്കുകളോ ഒന്നുമില്ലാതെയുള്ള മത്സരരംഗത്താണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമാണ്. തിരുവാർപ്പ് പഞ്ചായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ വിജയിക്കുമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അതിന് ലീഡ് ചെയ്യുന്ന നേതൃത്വങ്ങൾ ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം പകരുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യത്തിലാണ് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റു ചില വാർഡുകൾ കൂടി ഉണ്ടല്ലോ. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഏറ്റുമാനൂർ ഒരു സീറ്റിൽ മത്സരിക്കുന്നു, മറ്റ് 4 സീറ്റുകൾ കൂടി മത്സരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ വിജയപ്രതീക്ഷയുള്ള വാർഡുകളുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റുമാനൂർ അതിരമ്പുഴ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഇത്തവണ ഞങ്ങൾ ചരിത്രം തിരുത്തി കുറിക്കുക തന്നെ ചെയ്യും. കാരണം കാലങ്ങളായി UDF വിജയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണ്. ഒരുപക്ഷെ മറ്റ് വേറെ രാഷ്ട്രീയ അട്ടിമറികളൊന്നും നടന്നില്ല എങ്കിൽ അവിടെ നമ്മൾ SDPയുടെ ജനകീയ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ള സജി തോമസ് അതിരമ്പുഴ പഞ്ചായത്തിൽ ആദ്യമായി വിജയക്കൊടി പാറിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. പിന്നെ നമ്മൾ ഒരു ഇലക്ഷന് മത്സരിക്കും. ഇപ്പോൾ തിരുവാർപ്പ് പഞ്ചായത്തിലുള്ള 6 സീറ്റിലാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഏത് മുന്നണി ഏത് രാഷ്ട്രീയ പാർട്ടി മത്സരിച്ച എല്ലാ സീറ്റിലും ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ വിജയിച്ചു എന്ന് വരില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കൂടുതൽ നേടുകയും ഞങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ പരാജയപ്പെടുന്ന സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഞങ്ങളുടെ വോട്ട് വിഹിതം ഞങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ മത്സരിക്കുന്നത് എല്ലാ വാർഡിലും വിജയിക്കാൻ തന്നെയാണ്. പക്ഷെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എല്ലാവരും വിജയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലാരും അങ്ങനെ എല്ലാവരും വിജയിക്കത്തില്ലല്ലോ. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ വോട്ട് ബാങ്ക് അത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുകയും ഞങ്ങളുടെ ഒരു സീറ്റിൽ നിന്നും അതിനേക്കാളും ഇരട്ടിയിലധികം സീറ്റിൽ ഞങ്ങൾ ഇത്തവണ വിജയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ തിരുവാർപ്പ് പഞ്ചായത്ത് കഴിഞ്ഞ 3 തവണ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ഒരുപാട് മുന്നേറി എന്നാണ് ഭരണപക്ഷം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന ഒരു സംവിധാനമായിരുന്നു തിരുവാർപ്പിലേത്. പക്ഷേ ഇപ്പോൾ അതിൽ കുറേ മാറ്റം വന്നു. അവർ പറയുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് വികസനവുമായി ബന്ധപ്പെട്ടിട്ട്. അതൊക്കെ പൂർണ്ണമായി നടപ്പായി എന്നും അത്തരത്തിൽ ഇവിടെ പോകുന്നുണ്ടെന്നുള്ള ചിന്ത SDPക്ക് ഉണ്ടോ? ഒരിക്കലുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എത്രയോ വർഷമായി തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ ഇല്ലിക്കൽ എന്ന് പറയുന്ന വാർഡ് അവിടെ പ്രതിദാനം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ മെമ്പർമാരാണ്. ഈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാനവിടെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. അവിടെ ചെന്ന സ്ഥിതിക്ക് വ്യാപകമായ ഒരു പോസ്റ്റ് അവിടെ നമ്മൾ കണ്ടായിരുന്നു. വികസന മുരടിപ്പിനെതിരെ ഈ ഇന്ന സ്ഥലത്തെ വികസന വിരുദ്ധതയ്ക്കെതിരെ നിങ്ങൾ ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് UDFൻ്റെ ഒരു പോസ്റ്റാണ് നമ്മൾ കണ്ടത്. ഇനി ഇതൊക്കെ മാറ്റി വെച്ചാൽ നമുക്കറിയാമല്ലോ, എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല, ഈ പരുത്തിയം 13-ാം വാർഡോ 11-ാം വാർഡാന്ന് തോന്നുന്നു. അവിടെ ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾക്ക് വഴിയിൽ മണ്ണിട്ടിട്ട് അവർക്ക് യാത്രാ സൗകര്യമില്ലാതെ, അവർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ, നഴ്സറിയിൽ കുട്ടികൾക്ക് പോകാൻ പറ്റാതെ, ജോലിക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു വഴിയുടെ പ്രശ്നം നമ്മൾ കണ്ടതാണ്. നമ്മൾ കൂടുതൽ തപ്പിപ്പോണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ 40-50 വർഷം ഭരിച്ചിട്ടുള്ള ഇവര് ഇങ്ങനെ ഒരു ചെറിയൊരു വഴി പോലും ആ പ്രശ്നം പോലും മാസങ്ങളായിട്ട് പരിഹരിക്കാൻ പറ്റാത്തവരാണ് പറയുന്നത് ഞങ്ങൾ വികസനം നടത്തി എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കാലം മാറുമ്പോഴത്തേന് നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഭരണം വരുമ്പോഴത്തേന് കാലം മാറുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഒരു വികസനം ഉണ്ടാകാൻ സാധിക്കും. പക്ഷെ ആ ഒരു വികസനം പ്രായോഗികമായിട്ട് ഒരു വാർഡിന് വേണ്ട രീതിയിൽ ഉള്ള ഒരു വികസനമൊന്നുമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിന്റെ ഞങ്ങളുടെ മുന്നിലുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ 7-ാം വാർഡ് തന്നെയാണ്. 5 വർഷം മുന്നേ 7-ാം വാർഡിൽ ഒരു മഴക്കാലത്ത് പോയാൽ എന്നേക്കാൾ കൂടുതൽ ഫൈസലിന് ബോധ്യമുള്ള സംഭവമാണ്. പക്ഷെ ഇന്നൊരു മഴക്കാലത്ത് 7-ാം വാർഡിന്റെ ഏത് റോഡിൽ കൂടെയും നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ഏത് റോഡിൽ കൂടെയും ഏത് വെള്ളപ്പൊക്കത്തിലും നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ ഒരു 5 വർഷം മുന്നേ അങ്ങനെയായിരുന്നു. ഇതിനു മുമ്പ് അവിടെ LDFും UDFും ആയിട്ടുള്ള പല മെമ്പർമാരും ഉണ്ടായിട്ടുണ്ട്, പല ഫണ്ടുകളും അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ കിട്ടിയ ഫണ്ട്, അതായത് പഞ്ചായത്തിൽ നിന്നുള്ളതാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അവിടെ വിനിയോഗിക്കാൻ ഞങ്ങളുടെ SDPയുടെ മെമ്പർ സെമീമായ്ക്ക് സാധിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും കൃത്യമായ വികസനം ഉണ്ടാകുക. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതേ വികസനമാണ്. അതായത് കിട്ടുന്ന ഫണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോജക്റ്റിന് കിട്ടുന്ന ഫണ്ട് അത് കൃത്യമായ രീതിയിൽ പൂർണ്ണമായിട്ടും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഒരു വാർഡിൽ നമ്മൾ ഈ വർഷത്തിൽ മാർച്ച് ആകുമ്പോഴത്തേന് നമ്മുടെ നികുതി പിരിക്കുമല്ലോ. നികുതി പിരിക്കുമ്പോഴത്തേന് 50,000 രൂപ വാർഡിന് പൂർണ്ണ നികുതി പിരിച്ചാൽ കിട്ടുന്നത്. ഈ 50,000 രൂപ 3 വർഷം
ഈ 7-ാം വാർഡിന് കിട്ടിയതാണ്. ഈ 3 വർഷവും ഈ 50,000 രൂപ വീതം ഓരോ വാർഡിന്റെ വർക്കാണ്, ഓരോ റോഡിന്റെ വർക്കാണ് ചെയ്തത്. പക്ഷെ 4-ാമത്തെ വർഷമായപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് ചില ആളുകൾ നികുതി കൊടുക്കാതിരുന്ന പൂർണ്ണമാക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. മഴക്കാലത്തിന് മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഒരു 10,000 രൂപ വീതം എല്ലാ പഞ്ചായത്തുകളും എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില വാർഡുകളിലാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ എന്തൊക്കെയാണോ സർക്കാർ ഉദ്ദേശിച്ചത്, ഇല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെയാണോ ജനങ്ങളുടെ നികുതി പണം കൊണ്ടത്, ഇത് പൂർണ്ണമായ രീതിയിലും അതാത് വാർഡുകളിൽ വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് SDPI മുന്നോട്ട് വെക്കുന്നത്. പിന്നെ അവകാശങ്ങൾ പലർക്കും പറയാം. ഞാൻ പറഞ്ഞ അവകാശം പറയുമ്പോഴത്തേനാണ് പല പോസ്റ്ററുകളും നമ്മളിപ്പോൾ കാണുന്നത്. ഈ പറയുന്ന പോസ്റ്റർ എഴുതിയവരും പോസ്റ്റർ എന്തുകൊണ്ടാണ് എഴുതേണ്ടി വന്നവരും ഇവരൊക്കെ തന്നെയാണ് മാറി മാറി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു കാതലായ മാറ്റം വന്നു. ഇല്ല, സമീപ വാർഡുകളെടുത്ത് നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാമല്ലോ. 7-ാം വാർഡ് 6ഉം 8ഉം തമ്മിൽ 5 വർഷത്തെ ഒരു വികസനം താരതമ്യം ചെയ്താൽ ജനകീയമായ വികസനം എങ്ങനെയാണ് SDPI മുന്നോട്ട് കാണുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുമല്ലോ. അതിന് രാഷ്ട്രീയമല്ല അതിനകത്ത്, മറിച്ച് നമ്മളുടെ നികുതി പണം കിട്ടുന്നത് ഒരു മെമ്പർ എപ്രകാരമാണ് വിനിയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവാർപ്പ് പഞ്ചായത്തിന്റെ 7-ാം വാർഡ്. ഇത് തന്നെയാണ് നമ്മൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്, അവകാശങ്ങൾ അർഹരിലേക്ക് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അഴിമതിയില്ലാത്ത വികസനം എന്നും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ UDF LDF എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംവിധാനമാണ്. അപ്പോൾ MP MLA മാരൊക്കെ ഉള്ള പാർട്ടി സംവിധാനമുണ്ട്. അപ്പോൾ വലിയ വലിയ ഫണ്ടുകൾ, ഉദാഹരണമായി വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങൾ, അതുപോലുള്ള അതിനെ തടയിടാനുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ വലിയ പ്രൊജക്റ്റുകൾക്കൊക്കെ ഒരു പക്ഷേ SDPIക്ക് കഴിയാതെ വരും എന്നുള്ള ഒരു ആശങ്ക സാധാരണക്കാർക്കുണ്ടാവും. അതെങ്ങനെ പരിഹരിക്കുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഈ MP MLA ഫണ്ട് എന്ന് പറയുന്നത് വലിയ വലിയ പ്രൊജക്റ്റുകൾക്കാണ്. ഇത് സാധാരണ ഗ്രാമപഞ്ചായത്തുകൾ വളരെ ചെറിയ എമൗണ്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ വലിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ തന്നെ ബ്ലോക്ക് ജില്ലാ തലങ്ങളിലാണ് അത് വരുന്നത്. പക്ഷേ നമ്മൾ ജനകീയമായിട്ട് ഇടപെടുമ്പോഴത്തേന്, ഉദാഹരണം പറഞ്ഞാൽ 7-ാം വാർഡിൽ ഒരു കുളപ്പുരയ്ക്കൽ അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുട്ടായിരുന്നു. നമ്മൾ കൃത്യമായ രീതിയിൽ മെമ്പർ പോയി MP കണ്ടു, കൃത്യമായ രീതിയിൽ നിവേദനം കൊടുത്തു. ആ നിവേദനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ 2 ലക്ഷം രൂപ ഹൈമാസ് ലൈറ്റിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു MP ആണെങ്കിലും MLA ആണെന്നും പോലും രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് ഒരു പരിധി വരെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. അതിൽ SDPIയുടെ മെമ്പർ ആയതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. ഇനി അത് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ ഫണ്ടുകളുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ വാങ്ങി നമ്മുടെ വാർഡിൽ വിനിയോഗിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഓരോ വാർഡിൻ്റെ വികസനം നടക്കുന്ന ഇതിലേക്കുള്ള ഉദാഹരണമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പം MLA ഫണ്ടും MP ഫണ്ടും ഒന്നും കിട്ടത്തില്ലാത്തത് കൊണ്ട് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയതാണ് നേരത്തെ പറഞ്ഞ പോലെ UDFന്റെ LDFന്റെ മുന്നണികൾ. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഞങ്ങളുടെ വികസനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാറത്തോട് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 2 മെമ്പർമാരുണ്ടായിരുന്നു. അവിടെ ഒരു മെമ്പറായിരുന്നു, 2ആയി. ഇത്തവണ ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കും. പക്ഷെ അവിടെ നടത്തിയ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും 10 മടങ്ങ്. അവിടെ ഈ പറഞ്ഞ പോലെ SDPIക്കാരായതുകൊണ്ട് MLA ഫണ്ട് MP ഫണ്ടും ഒന്നും കിട്ടാതിരുന്നിട്ടില്ല. അതെല്ലാം വാങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ ഒരു പരിധിക്കപ്പുറത്ത് പ്രാദേശികമായ വികസനത്തിന് നേരെ മുഖം തിരിക്കാൻ MPക്കോ MLAക്കോ സാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അടക്കം സ്ഥാനാർത്ഥികളെ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഒരു വിവാദമായത് അതിനുശേഷം നിങ്ങൾ പല സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചു എന്നുള്ളത്, അത് ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നൊരു ചർച്ച പൊതുവെ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ കക്ഷികളും ഒരു മുന്നണികളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഞങ്ങൾ ബ്ലോക്കിലേക്കും ജില്ലയ്ക്കൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ മുഖ്യധാര പല രാഷ്ട്രീയത്തെ നമ്മൾ എടുത്താൽ, നമ്മുടെ മണ്ഡലത്തിലെടുത്താൽ പല മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കും പല പഞ്ചായത്തുകളിലും കാര്യമായ വേരോട്ടമൊന്നുമില്ല. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഒരു CPMനോ CPIയോ CPIയോ കോൺഗ്രസോ ഒക്കെ മാറ്റി നിർത്തിയാൽ, ഇപ്പം അറ്റ്ലീസ്റ്റ് മുസ്ലിം ലീഗിന് പോലും ചിലപ്പം അതിരമ്പുഴ പഞ്ചായത്തും തിരുവാർപ്പ് പഞ്ചായത്തും ഇനി ഏറ്റുമാനൂരിൻ്റെ ഒരു ചുരുക്കം ചില ഭാഗങ്ങളും മാറ്റി നിർത്തിയാൽ ഇത്രയും MPയും 10-16 MLAയും ഉള്ള 10-75 വർഷമായി പ്രവർത്തിക്കുന്ന ലീഗിന് പോലും ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ 10-17 വർഷമായ SDPI പോലുള്ള രാഷ്ട്രീയ പാർട്ടി നമ്മളിവിടെ മത്സരിക്കാൻ തീരുമാനിക്കും തന്നെയാണല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി വിശദമായി ചർച്ച ചെയ്തപ്പോൾ
ഞങ്ങൾക്കത് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ കൂടുതലായിട്ട് നേടിയെടുക്കേണ്ട ആവശ്യകതയിലേക്കായി നമ്മൾ തൽക്കാലം അതിൽ നിന്ന്, കാരണം നേതൃത്വങ്ങളാണല്ലോ ഈ മത്സരരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവരിലേക്ക് പോകുമ്പോഴത്തേനും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മത്സരരംഗത്ത് നിന്ന് മാറിയുന്നത്. പിന്നെ എന്നും ഞങ്ങൾക്ക് നേരെ വരുന്ന ഒരു ആരോപണമാണല്ലോ ഞങ്ങൾ ഈ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അതിനുള്ള മറുപടിയൊക്കെ നമ്മുടെ പാർട്ടി നേതൃത്വങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പാർട്ടി നേതൃത്വം നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരോടും യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് കേരളത്തിൽ മത്സരിക്കുന്നതിൽ CPI കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു, അതായത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി SDP ആണ്. ഞങ്ങളെ താഴെ ഉള്ളൂ ഇവിടുത്തെ മന്ത്രിയുള്ള കേരള കോൺഗ്രസും MP ഉള്ള കേരള കോൺഗ്രസും മറ്റു പല പാർട്ടികളും ഞങ്ങളുടെ താഴോട്ടേ ഉള്ളൂ ഈ ഇതിൽ മത്സരിക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിന്നിട്ടുള്ളത് ഒറ്റയ്ക്ക് തന്നെയാണ്. മുന്നോട്ടും ഈ ഇലക്ഷനിലും ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അത് ഞങ്ങളെ ബോധിപ്പിച്ചിട്ടുള്ളത്, പൊതുസമൂഹത്തെ ബോധിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും തിരക്കിനിടയിലും നമ്മളോടൊപ്പം SDP ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിജയസാധ്യതകളുമൊക്കെ നമ്മളോട് വിശദീകരിച്ചു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.